എന്തോ വലിയ ആലോചനയിലാണല്ലോ. എന്താ? ഇവിടെ ഇരിക്കെ. ഇന്നെനിക്ക് ആലോചിക്കാൻ ഒറ്റ കാര്യമുള്ളൂ. ഇത്രയും നല്ലൊരു ഭാര്യയെ ദൈവം എനിക്ക് കൂട്ടായി തന്നല്ലോ എന്ന് ഓർക്കായിരുന്നു. അമ്മ പട്ടിണി ഇരിക്കുന്നു എന്നറിഞ്ഞ് നീ ആഹാരം വരുത്തി കൊടുക്കാൻ തീരുമാനിച്ചപ്പോ ഒരു നിമിഷം നിന്റെ സതുദ്ദേശത്തെ ഞാൻ സംശയിച്ചു. പക്ഷെ അമ്മയെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചത് എല്ലാവരുടെയും സന്തോഷത്തിനു വേണ്ടിയാണെന്ന് അറിഞ്ഞപ്പോ, ഞാൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് അറിഞ്ഞപ്പോ സത്യത്തിൽ എന്റെ കണ്ണു നിറഞ്ഞുപോയി. എനിക്കുറപ്പാണ് നിധി, നിന്റെ ഈ നല്ല മനസ്സും നന്മയും അമ്മ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഇപ്പോഴത്തെ ദേഷ്യവും വെറുപ്പൊക്കെ കളഞ്ഞ് പാറു നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ അമ്മ നിന്നെ സ്നേഹിച്ചു തുടങ്ങും. എനിക്ക് നിന്നോട് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ നിധി. ഒരുപക്ഷെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും അമ്മ നിന്നെ വേദനിപ്പിച്ചു എന്നിരിക്കും, സങ്കടപ്പെടുത്തി എന്നിരിക്കും. നീ അതൊന്നും കാര്യമാക്കണ്ട, മനസ്സിലും വെക്കരുത്. അമ്മ പൊസസീവാണ്. എന്നോടുള്ള സ്നേഹം കാരണോ അമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അമ്മ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും നഷ്ടപ്പെടുത്തും. പക്ഷെ ഒന്നിനു വേണ്ടിയും എന്നെ നഷ്ടപ്പെടുത്താൻ അമ്മ തയ്യാറാവില്ല. പ്രണവിന്റെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ വെച്ച് ആന്റിക്കായി എനിക്കൊരു സർപ്രൈസ് കൊടുക്കണം. എന്ത് സർപ്രൈസ്? അതൊക്കെ ഉണ്ട്. ഗൗതം എന്റെ ഒരു ആഗ്രഹം സാധിച്ചു തന്നാൽ മാത്രം മതി. ഞാൻ ആരാണെന്ന് അപ്പ ആന്റിക്ക് മനസ്സിലാവും. അന്ന് മുതൽ ആന്റി എന്നെ സ്നേഹിക്കുകയും ചെയ്യും. അമ്മ നിന്നെ സ്നേഹിക്കുന്നതിന് വേണ്ടി നിന്റെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു തരും, ഉറപ്പ്.